ഈ നയ ഹിന്ദുസ്ഥാൻ ഹേ സ്പെഷ്യൽ എഡിഷൻ തുടരുകയാണ്. ജനം ഡിബേറ്റിന്റെ നമുക്കൊപ്പം പുതിയ അതിഥികൾ എത്തിയിട്ടുണ്ട്. ശ്രീ PM നാരായണൻ, രാജ്യാന്തര ജേർണലിസ്റ്റാണ്. ഡോക്ടർ G ഗോപകുമാർ, വിദേശകാര്യ വിദഗ്ധൻ. ബ്രിഗേഡിയർ N ബാലൻ, മുൻ കരസേന ഉദ്യോഗസ്ഥൻ. കേണൽ രാജീവ് മനാലി. ഒപ്പം ശ്രീ ശ്രീപത്മനാഭൻ തുടരുന്നു. ആദ്യം ശ്രീ ഗോപകുമാർ സാറിലേക്ക്. സാർ, എങ്ങനെ വിലയിരുത്തുന്നു ഇത് മുന്നോട്ടുള്ള പോക്കിനെ? രാജ്യാന്തര തലത്തിൽ ഭാരതത്തിൻ്റെ സ്ഥാനത്തെ ഒപ്പം ബംഗ്ലാദേശ് എന്ത് പഠിക്കണം എന്നുകൂടി. യാതൊരു സംശയവുമില്ല, ഇന്നത്തെ ഭാരതത്തിൻ്റെ ശക്തമായ തിരിച്ചടി ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു. അതുമാത്രമല്ല, പാകിസ്ഥാനിൽ നിന്ന് വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ചില സിഗ്നൽസ് എല്ലാം നമുക്ക് കാണുന്നുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മുൻതൂക്കം നമുക്ക് ലഭിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ തന്നെ അന്തർദേശീയ ബന്ധത്തിൽ കൊണ്ടുവന്ന ഡിറ്ററൻസ് സിദ്ധാന്തത്തിൽ തടയുന്നതോടൊപ്പം കൊടുത്തൊരു ശിക്ഷ, അതാണ് ഡിറ്ററൻസ് സിദ്ധാന്തം ഇവിടെ കണ്ടത്. ഇതുകൊണ്ട് അവർ തൃപ്തിയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംഘട്ടനം ഇവിടെ അവസാനിക്കും. പക്ഷെ അതുകൊണ്ട് അവസാനിച്ചില്ല എങ്കിൽ പാകിസ്ഥാൻ ഇനിയും പ്രൊവോക്കേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നേരിട്ടല്ലല്ലോ ഇവർ പലതും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ കാശ്മീരിൽ നിരപരാധികളായ സിവിലിയൻ ടാർഗറ്റ്സിനെ ആക്രമിക്കുന്ന ചില റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സിവിലിയൻസിനെ ആക്രമിച്ചിട്ടില്ല, തീവ്രവാദികളുടെ ഫോക്കസ് നോക്കി അവരുടെ താവളങ്ങൾ നോക്കിയാണ് നമ്മൾ ആക്രമിച്ചത്. അപ്പോൾ സിവിലിയനെ ഒരിക്കലും നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല. നമ്മളുടെ ഉദ്ദേശശുദ്ധി വളരെ വ്യക്തമാണ്. ലക്ഷ്യസ്ഥാനത്തെത്തി. 9 സ്ഥാനത്തിൽ 5 സ്ഥാനങ്ങൾ കാശ്മീരിലും 4 പഞ്ചാബ് പ്രോവിൻസിലുമാണ്. അപ്പോൾ നമുക്ക് ഭീകര താവളങ്ങളെയാണ് ആക്രമിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതും. അവിടെ നിന്ന് വന്ന ആക്രമണം ഭീകരരുടെ ആയതുകൊണ്ട് ഭീകരർക്കുള്ള മറുപടിയാണ്. നമുക്കറിയാം കാശ്മീരിലെ ചരിത്രമൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു, ശ്രീ പത്മനാഭൻ പറഞ്ഞു, നന്നായിട്ട് പറഞ്ഞു. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇനി എന്ത് എന്നുള്ളതാണ്. ഇത് ബംഗ്ലാദേശിൻ്റെ കാര്യം മാത്രമല്ല, പാകിസ്ഥാനെ പോലെ ഇത്ര യുക്തിഭദ്രമല്ലാതെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ കുറച്ചൊക്കെ ഈ ലോകത്തുണ്ട്. അത് മറ്റു ചില മേഖലകളിൽ ശക്തമാണെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ബംഗ്ലാദേശും അങ്ങനെ പോകുമോ എന്നുള്ളൊരു ഭയം നമുക്കില്ലാതില്ല. പക്ഷെ നമ്മുടെ രാജ്യ താല്പര്യം, നാഷണൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുകയാണ്. അത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. ഇന്നത്തത് കൊണ്ട് പാകിസ്ഥാൻ പാഠം പഠിച്ച് മിണ്ടാതിരിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ യുദ്ധമുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായൊരു ഉത്തരം പറയാൻ പറ്റില്ല. ഒരു 50% പോസിബിലിറ്റി ഞാനവിടെ കാണുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ ആയതുകൊണ്ട് അവർ തുടർന്നും അൺകൺവെൻഷനലായിട്ടുള്ള രീതിയിലുള്ള ആക്രമണങ്ങൾ തുടരും. അത് പട്ടാളത്തിൻ്റേതായാലും ഭീകരവാദികളുടേതായാലും അവരുടേതായ രീതിയിൽ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്യും. അപ്പോൾ നമ്മൾ ജാഗരൂകരാകണം. നമ്മുടെ ജാഗ്രതയിലാണ് ദേശീയ സുരക്ഷയുള്ളത്. നമുക്ക് ഇത്രയും വലിയൊരു ടഫായിട്ടുള്ള ഒരു നെയ്ബർഹുഡ്, വളരെ ബുദ്ധിമുട്ടുള്ള ഇത്രയും സങ്കീർണമായ ഒരു അയൽപക്കമാണുള്ളത്. ചൈന ഇപ്പോൾ പ്രസക്തമായി നമുക്കെതിരെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ വളരെ ജാഗ്രതയോടെ പാലിക്കണം. ചൈന മാത്രമല്ല, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇങ്ങനെ തുടങ്ങി അതിനപ്പുറം ശ്രീലങ്കയിൽ തന്നെ ചൈനയ്ക്ക് സ്വാധീനമുള്ള ഹമ്പൻടോട്ട തുറമുഖമുണ്ട്. അപ്പോൾ അതെല്ലാം കാണിക്കുന്നത് രാജ്യത്തിൻ്റെ, നമ്മളെ വലിയ രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും സംരക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മുമ്പ് യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഉത്തരേന്ത്യയിലാണ്, അതല്ലെങ്കിൽ പശ്ചിമ മേഖലയിലാണ്, അതല്ലെങ്കിൽ വടക്കുകിഴക്കൻ മേഖലയിലാണ് എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും വൾണറബിലിറ്റി ഉണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തണം. പാകിസ്ഥാൻ ഇതുകൊണ്ട് നിർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഇനി വരുന്ന രാത്രികളിലും പാകിസ്ഥാൻ്റേതായ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സജ്ജരാണ് എന്നുള്ളത് ലോകം മനസ്സിലാക്കി. പാകിസ്ഥാൻ എത്ര മനസ്സിലാക്കി എന്ന് അറിഞ്ഞുകൂടാ. ശ്രീ പത്മനാഭൻ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. കാരണം ഇത്രത്തോളം യുക്തിഭദ്രമല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം, ഒരു തരത്തിൽ യുക്തിയില്ല എന്ന് മാത്രമല്ല, അവരെ നയിക്കുന്നത് തീവ്രവാദികളും പാകിസ്ഥാൻ പട്ടാളവും കുറേ മതമൗലികവാദികളുമാണ്.
മുമ്പ് അമേരിക്ക ഉണ്ടായിരുന്നു എന്ന് അവർ തന്നെ അസീം മുനീർ പട്ടാള മേധാവി തന്നെ പറഞ്ഞല്ലോ. 30 വർഷത്തിലേറെയായിട്ട് ഞങ്ങൾ ഈ വൃത്തികെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു വിദേശകാര്യ മന്ത്രിയും പ്രതിരോധ മന്ത്രിയും സമ്മതിച്ചു. അപ്പോൾ പാകിസ്ഥാൻ എന്നും ഒരു തീവ്രവാദത്തിൻ്റെ കീഴിൽ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി കൊഴിലൂത്ത് പണി ചെയ്യുന്നൊരു രാജ്യമായി മാറി. അങ്ങനെ മാറുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇതുകൊണ്ട് അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ സാമാന്യ യുക്തിക്ക് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ മേഖലകളും ശക്തമായി ജാഗ്രതയോടെ പാലിക്കുക. ദേശസുരക്ഷ, കാശ്മീരിലെ ജനതയെ നമ്മളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസം നമ്മൾ നിലനിർത്തണം. സ്ട്രാറ്റജിക്കലായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ അവരുടെ ജുഗ്ലാർ വെയിൻ, കഴുത്തിലെ ഞരമ്പാണ് കാശ്മീർ എന്ന് പറഞ്ഞാൽ നമുക്കതിനേക്കാൾ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾക്ക് ഉള്ള വെള്ളത്തിന് ജലസ്രോതസ്സുകളുടെ സ്വാധീനം. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ കാശ്മീരിനെ ആഗ്രഹിക്കുന്നത്? മറ്റൊന്നുമല്ല, അവർക്ക് ജലസ്രോതസ്സുകൾ പിടിച്ചടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാശ്മീരിലെ ജനതയോടത്ത് ഒരു സ്നേഹവും പാകിസ്ഥാൻകാർക്കില്ല. അതിനപ്പുറം സ്ട്രാറ്റജിക്കായിട്ട് കാശ്മീരിന് വലിയ പ്രാധാന്യമുണ്ട് സെൻട്രൽ ഏഷ്യയിലും സൗത്ത് ഏഷ്യയിലും പശ്ചിമേഷ്യയിലുമെല്ലാം. അപ്പോൾ അതുകൊണ്ട് കാശ്മീരിനെ സുരക്ഷിതമാക്കണം. അതോടൊപ്പം തന്നെ കാശ്മീരിലെ ജനതയുടെ വിശ്വാസം നമുക്കെന്നും വേണം. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആർട്ടിക്കിൾ 370 ദുർബലപ്പെടുത്തിയതിന് ശേഷം അവിടെ ജനങ്ങൾക്ക് വലിയ പുരോഗതിയും ശാന്തിയും സമാധാനവും ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് അവിടെ ടൂറിസം ശക്തമായി വളർന്നു. ആ ടൂറിസത്തെ നശിപ്പിക്കാനും സമ്പദ് വ്യവസ്ഥ നശിപ്പിക്കാനും പാകിസ്ഥാൻ ശ്രമിച്ച അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായതാണ് ഈ തീർച്ചയായിട്ടും പഹൽഗാമിൻ്റെ അതിൻ്റെ ആ സംഭവത്തിനോടനുബന്ധിച്ചുള്ള തിരിച്ചടിക്ക് കാശ്മീർ ജനതയുടെ പൂർണ്ണ പിന്തുണ കിട്ടിയത്. അപ്പോൾ എല്ലാവരെയും ഒത്തുചേർത്ത് നമ്മൾ കൊണ്ടുപോകണം. നാളെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം പോലും പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ട്. അത് ഇന്ന് രാവിലത്തെ സംഭവം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുകൂടി നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം.